എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ? എന്നാര് പറഞ്ഞു? എനിക്കറിയാം. നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട, അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആ ടീപ്പോയുടെ പുറത്ത് ഞാനൊരു പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ എടുത്തേ. ആ പൊതി കഴിച്ച് എന്താ നോക്കി? ആ പേരൊന്ന് വായിച്ചേ. പാചകവിധി. ആ, നാളെ മുതൽ പഠിത്തം തുടങ്ങി. ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം. എന്താ പോരെ? നന്ദിനി കുട്ടിയുടെ കൈകൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും. വിഷം പോലും എന്ന് വെച്ച് വിഷമൊന്നും കൊടുത്തയച്ചാലേ. നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങണ്ടേ? ബുക്ക് ഷെൽഫ് എന്തിന്? പുസ്തകങ്ങൾ വയ്ക്കാൻ. എന്റെ കയ്യിൽ 50 പുസ്തകങ്ങളുണ്ട്. 50 പുസ്തകങ്ങൾ? എവിടുന്ന് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്നു. പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവതോ രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരെ രജനി? കക്ഷിയാണോ പെണ്ണോ? ആണ് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. ആട്ടെ, ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദിനിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം. എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല. റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി. ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. ഡോക്ടർ ഫെർണാണ്ടസ് ഹിയർ. ഡോബർമേനോ? നോ നോ, ഗ്രേറ്റ് ഡീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? നോനു. നന്ദിനിക്കുട്ടി, മീശയ്ക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണോ? ഇത് മതി. വലിയ മീശയാ നല്ലത്. ശരി, എങ്കിൽ കുറയ്ക്കുന്നില്ല. ഞാനൊരു കൊച്ചു സുന്ദരനാണ് അല്ലേ നന്ദിനിക്കുട്ടി? അല്ല, പാട്ടും കേട്ടിങ്ങനെ നിന്നാലോ? പോയി കടവടയ്ക്ക്. ജയിലും വൈഫും കാത്തിരിക്കും. ഹലോ. നമസ്കാരം. നമസ്കാരം.
പ്ലീസ്. മോൾ എന്നാ ഇത്ര വലുതായത്? വലുതായി എന്നാണ് അവളുടെ ധാരണ. കേട്ടോ നന്ദിനിക്കുട്ടി, ഇതാണ് എന്റെ ഏക സന്താനം സമ്പാദ്യം. മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ? എന്റെ പേര് അറിഞ്ഞൂടെ? ആരാ കാണുമ്പോഴൊക്കെ ടോഫി വാങ്ങി തരുന്നത്? ആന്റിയോ? അല്ല, മിസ്സസ് എവിടെ? പൂജാമുറിയില്ല. ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം അരമണിക്കൂറെങ്കിലും ആകും. ആ, പൂജ തീർന്നോ? ഞാൻ താമസിച്ചോ? പൂജാമുറിയിലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നെന്നോ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് കഴിയുകയായിരുന്നു. നിന്റെ പൂജ കഴിയട്ടെ എന്ന് കരുതി. അതിനെന്താ, ഡിന്നർ എപ്പോഴേ റെഡി. വരൂ. ഓക്കെ, കമോ. മോൾ ഇവിടെ നിന്ന് പഠിക്കൂ. വരൂ. കഴിക്കൂ. ഇന്ന് നന്ദിനിക്കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ. ദേവി, ഇന്ന് ഓർഡിനറി അല്ല, എല്ലാം സ്പെഷ്യലാ. നന്ദിനിക്കുട്ടി വല്ലാതെ വിഷമിക്കും. നീ ഉണ്ണുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ. ആ, മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു. അയ്യോ, ഇതേ ചായ തന്നെയാ. എടോ, താൻ ആശ്രമത്തിൽ നിന്ന് കട്ടുകൊണ്ടുവന്നാണോ? എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അല്ലേ? ആ, അതിന്റെ പേര് കഫേ ഡയാബ്ലോന്നാ. ഉണ്ടാക്കാൻ വലിയ പാടാ. വാസന്തി, ആ എഗ്മരാബിലെ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, എങ്ങനെയുണ്ട് രവി സ്പെഷ്യൽ? തൊണ്ടയിൽ ഇറങ്ങുന്നുണ്ടോ? അതിനുകൂടി ആ ചോപ്പില്ലേ, അവൻ വയറിറക്കുന്ന സാധനമാ. ഇത് ശകലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? അല്പം ചോറൂടെ കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട, പോകാൻ ധൃതിയുണ്ട്. നന്ദിനിക്കുട്ടി, വാസന്തി ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിച്ചൊക്കെ മറന്നുപോയെന്ന്. ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ. സമയം തീരെ പോരായിരുന്നു. കുറച്ച് വെള്ളം വേണമായിരുന്നു. അതാ കൊണ്ടുവരാ. പറഞ്ഞത് കേട്ടോ രവി? അവൾ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥിതി. അപ്പൊ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്തെ സ്ഥിതി. അയാൾ 10 മിനിറ്റിനകം ഇവിടെ വരും. മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ട്. ഡാഡി എപ്പോ ഉണരുമെന്ന് പറയണം. അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം. അയാൾ മടങ്ങിപ്പോയാലോ? യാതൊരു കാരണവശാലും അയാൾ മടങ്ങിപ്പോയരുത്. ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. എന്നാ മോള് പോയി ഹാളിലിരുന്നോളൂ. ആ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. Go ahead. Dr. Fernandez. Please come. That's okay. Coming. Sit down. Dr. Fernandez. ഡാഡി ഉറക്കമാ. അരമണിക്കൂറിനുള്ളിൽ ഉണരും. എവിടുന്നാ? ഇവിടെ അടുത്തുന്ന. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്തിനാ കിതയ്ക്കുന്നേ? ഞാനെപ്പോഴും അങ്ങനെ. എവിടെ വെച്ച് കണ്ട പോലെ തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല. എടി, ഞാൻ പറയാം. നമ്മുടെ ലിസിയുടെ ബോയ് ഫ്രണ്ടിനെ കണ്ട ഇതുപോലിരിക്കും.
ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തിനാ പോന്നെ? ഇരിക്കുമെന്ന്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് സം പ്രൈവസി? കം ഓൺ, നമുക്ക് അകത്തേക്ക് പോവാം. ഇരിക്കൂ. എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്താ തലവണിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? അങ്ങനൊന്നും ഇല്ല. പിന്നെന്താ മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? എന്റെ പേര് ചോദിച്ചൂടെ? ചോദിക്കാം. എന്നാ ചോദിക്കൂ. പേരെന്താണ്? ജൂഡിത്ത്. എന്താ പേര്? ജൂഡിത്ത്. എന്റേതല്ല, യുവേഴ്സ്. മാത്യൂസ്. വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാമോ? ആ. ഞാൻ ഡാഡി ഉണർന്ന് നോക്കിട്ട് വരാം. അങ്ങനെ കേശവൻകുട്ടി പട്ടാളത്തിൽ പോയി. ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരു ആലോചന ഉണ്ടെന്നു. ലീലയുടെ? ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ. അയാൾ പണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. കഥ അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ പറയാം. ഇനി മുമ്പ് പറഞ്ഞ കഥ തുടരാം. അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. കേൾക്കുന്നെങ്കിൽ മൂളണം. ശരി ശരി, മൂള. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പന്തലും കെട്ടി. വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നു. മുഹൂർത്തമായപ്പോ പെണ്ണിനെ കാണാനില്ല. എല്ലാരും അന്വേഷണമായി. പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട്. പക്ഷെ ആരും തീർച്ച പറയുന്നില്ല. എന്താ മൂളാത്തെ? എന്നത്തേക്കാ സർട്ടിഫിക്കറ്റ്? 24 തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റ്. കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ? ഒരു കുഴപ്പമില്ല. വിൽ ഗെറ്റ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. ഹലോ. എനിക്ക് മിസ്റ്റർ മാത്യൂസിനെ നേരിട്ട് കാണണമെന്നുണ്ട്. എന്തിനാ കാണുന്നേ? ഒരു ചെറിയ അത്യാവശ്യമാണ്. അത്യാവശ്യ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? ഐ ലവ് യു. പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ്? അതൊരു അനുഗ്രഹമായി കരുതിയാൽ മതി. ഒന്നുമില്ല, കൂടെ വെറും ഉണ്ടാവല്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി. എന്ന് കരുതി വായനയ്ക്കൊരു ലിമിറ്റില്ലേ ജയൻ? ഇത് ഏത് നേരവും നോവൽ വായനയാണ്. വീട്ടുകാര്യത്തിലൊന്നും നന്ദിനിക്കുട്ടി യാതൊരു ശ്രദ്ധയില്ല. പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റ് ഇട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഈ മാസം 65 രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പണി. അതിലും താൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. ഒന്നുമില്ലേലും കഥ പറഞ്ഞുറക്കുന്നുണ്ടല്ലോ. ഞാനാണ് ദിവസം ഉറങ്ങുന്നത് ബാംഗ്ലൂരിലെ സ്വാമിയുടെ മഹത്വം അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ടുള്ള കറികളുടെ പേര് വരും. ഹലോ മാത്യൂസ്. അല്ല, വേണം ഇരിക്കണം. നോ താങ്ക്സ്. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആരും അത്ഭുതപ്പെട്ടത്. എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു. രജിസ്റ്റർഡ് മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല. നാളെ വൈകിട്ട് 5 മണിക്ക് വുഡ്ലൻഡ്സ് റിസപ്ഷനാണ്. വരണം. പെണ്ണേതാ? അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാൽ മതി. മാത്യൂസിന് കല്യാണം കഴിക്കാനുള്ള ശേഷി ഉണ്ട്. എനിക്ക് ആരിവിടെ പെണ്ണ് തരികല്ലെന്ന് സാർ ഇവിടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നല്ലോ. നാളെ കാണാം. സാർ എന്തായാലും വരണമേ. ആരാണാവോ ആ ഭാഗ്യദോഷിയായ പെൺകുട്ടി? എന്താ നന്ദിനിക്കുട്ടി ഇത്? കഴിക്കുമെന്നേ. രവി ഇവിടെ വന്ന എന്ത് ഫ്രീ ആണെന്നോ? സ്വന്തം വീട് പോലെയാ കരുതുന്നത്. ചൂടറിയാതെ ശരിയായിട്ട് മിക്സ് ആവില്ല. അയ്യോ നന്ദിനിക്കുട്ടി, എന്തു പറ്റി? എന്തു പറ്റി? ഒന്നുമില്ല. ഓഹോ, അത് ശരി.
നന്ദിനിക്കുട്ടി പറ്റിച്ചു അല്ലേ